ഇനി നമുക്ക് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ബീഫ് ഇവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത് നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ സവാളയും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും എടുക്കാനുണ്ട് കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് സവാള നന്നായിട്ട് നമുക്ക് വഴണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലേക്ക് നമുക്ക് സവാള വന്നെ പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. നല്ല കട്ട തൈര് കിട്ടുമെങ്കിൽ അത് ഒഴിക്കണം കേട്ടോ. നല്ലത് എൻ്റെ കയ്യിൽ കുറച്ച് ലൂസായിട്ടുള്ള തൈരായിരുന്നു കേട്ടോ. അതും കൂടി പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെ അതിലേക്ക് ചേർക്കണത് വേപ്പിലയും അരിഞ്ഞ് വെച്ച അതിലുള്ള കുറച്ച് ചാറൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടാവും. ഞാനിവിടെ ബിരിയാണി റൈസിൻ്റെ പോണ്ടൊക്കെ കഴിക്കണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.